ഹായ്, ഇന്നൊരു ഹോം ടൂർ വീഡിയോ ആക്കിയാലോ എന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊരു കാരണം കൂടെ ഉണ്ട്. ഇന്ന് ഞങ്ങൾ ഈ വീട്ടിലെ ലാസ്റ്റ് ഡേ ആണ്. നാളെ ഇൻഷാല്ലാ പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, അവിടെ എത്തുമ്പോൾ ഈ വീടും നാടും ഒക്കെ എനിക്ക് മിസ് ചെയ്യൂലേ. അപ്പോൾ എന്തുകൊണ്ടൊരു ഹോം ടൂർ ആക്കിക്കൂടാ? ഒരു കുഞ്ഞു വീടാണ്. 17 വർഷമായി ഞാനിവിടെ കേട്ടോ. സാധാരണ 19-ആം വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു വരുന്ന കുട്ടികൾ ആ വീടുമായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഈ വീടുമായിട്ട് മിങ്കിളായിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഇടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സിറ്റ് ഔട്ടാണ്, പിന്നെ ഒരു ലിവിങ്ങും. ഇവിടെ ഇരുന്നാണ് TV കാണുക. അത്യാവശ്യം സൊറപ്പറച്ചിലൊക്കെ നടക്കുന്ന ഒരു ഏരിയ. പിന്നെ ഉള്ളത് ഡൈനിങ് ഏരിയ ആണ്. വീട്ടിൽ എല്ലാവരും വരുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്യുന്നൊരു ഏരിയ. അല്ലാതെ എനിക്കിഷ്ടം ഫുഡ് പ്ലേറ്റിലൊക്കെ കൊണ്ടുവന്ന് സോഫയിലൊക്കെ ഇരുന്ന് TV ഒക്കെ കണ്ടിങ്ങനെ കഴിക്കുക. അത് അടിപൊളിയല്ലേ. പിന്നെ ഉള്ളത് 3 ബെഡ്റൂമുകളാണ്. ഇതാണ് ഒരെണ്ണം. അടുത്തത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. എൻ്റെ ഹാപ്പിനെസ്സും സ്വപ്നങ്ങളും വിഷമങ്ങളും പ്രാർത്ഥനകളും എല്ലാം കേട്ടറിഞ്ഞിട്ടുള്ള റൂം. ഞാൻ PSCക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഉറക്കെ ഉച്ചത്തിലാണ് വായിക്കുക. അപ്പോൾ ഉറക്കെ വായിക്കുമ്പോഴേ എൻ്റെ ബ്രെയിനിൽ അത് സെറ്റാകുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 2-2.5 വർഷത്തോളം രാത്രിയും പകലൊന്നുമില്ലാതെ എൻ്റെ കൂടെ ഉറക്കമൊഴിച്ചിരുന്ന ജനലുകളും വാതിലുകളും ആ ചുമരുകളും, ഇതൊരു പോസിറ്റീവ് പ്ലേസ് ആയിരുന്നു. ശരിക്കും ഞാൻ മിസ് ചെയ്യും. പിന്നെ കിച്ചണാണ്. വലിയ നീളത്തിലുള്ള ഒരു കിച്ചൺ. പണ്ട് ഗോപിക പറഞ്ഞ പോലെ ഈ കിച്ചണിലൂടെ ഞാൻ നടന്നത് നേരെ നടക്കുകയായിരുന്നില്ല. ദുബായിലെത്തിയില്ലെങ്കിലും മിനിമം ഒരു മുംബൈ വരെയിലും എത്തായിരുന്നു. എന്തായാലും ഇങ്ങനെയൊക്കെയായിരുന്നു ഇവിടെ. എൻ്റെ ലൈഫിലെ ഒരുപാട് നല്ല മൊമെന്റ്സുകൾക്ക് സാക്ഷ്യം വഹിച്ച നാട്. നമ്മൾ എത്ര പുതിയ പുതിയ തലത്തിലേക്ക് മാറുമ്പോഴും ആ പഴമയുടെ ചില ഓർമ്മകൾക്ക് വീര്യം കൂടില്ലേ. അതുപോലെ അത്രമേൽ പ്രിയപ്പെട്ട ഒരിടമാകും എനിക്ക് ഈ നാട്.